നമസ്കാരം, എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മലബാറിൻ്റെ സ്വന്തം കയ്യൊപ്പ് പതിഞ്ഞ കായപ്പോളയുടെ റെസിപ്പിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ്. കഴിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുട്ടയും ഏത്തപ്പഴവുമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിലേക്ക്. ഇത് നമുക്ക് നല്ലൊരു ഇഫ്താർ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ചുമ്മാ തന്നെ സ്നാക്കായിട്ടോ മധുരമൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കായപ്പോള തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് തന്നെ ചേർക്കണം, എന്നാലേ ഇതിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഒരു 10-15 അണ്ടിപ്പരിപ്പ്, നമ്മളുടെ അവൈലബിലിറ്റി നമ്മൾക്കത് കുറയ്ക്കാനുള്ള ആ ഒരു ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അത് നല്ലതുപോലെ നെയ്യിലൊന്ന് വറുത്ത് കോരി മാറ്റാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കറുത്തതോ അല്ലെങ്കിൽ ഗോൾഡൻ കളറോ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുക. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കണില്ല ഇപ്പോൾ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഏത്തപ്പഴം ഇതുപോലെ 4ആയിട്ട് മുറിച്ചിട്ട് കീറിയിട്ട് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തേക്കാണ്. ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതല്ലാത്ത രീതിയിൽ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ട് ഇത് നമുക്ക് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് പഴുത്ത പഴം എടുക്കുന്നതിനേലും ഒരുപാട് പഴുക്കാത്ത പഴം എടുക്കുന്നതിനേലും ആ ഒരു കറക്റ്റ് പരുവത്തിന് പഴുത്ത് നമ്മൾ എപ്പോഴും കഴിക്കാൻ നല്ലൊരു പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ പഴം എടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് പഴുത്ത പഴം എടുത്താലും വലിയ രസം ഉണ്ടാവില്ല, ഒരുപാട് ഇങ്ങനെ ചെനച്ച് വരുന്ന പഴമൊക്കെ എടുത്താലും വലിയ രസം ഉണ്ടാവില്ല. ഇതിന് നെയ്യിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ പഴം നെയ്യിലിട്ടിട്ട് അങ്ങോട്ട് വറുക്കുന്ന അല്ലെങ്കിൽ നല്ലപോലെ വെന്തുടയുന്ന ആ ഒരു പരുവൊന്നും ആവരുത്. നല്ല പോലെ ഒന്ന് ആ നെയ്യിൽ നല്ല പോലെ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ നെയ്യ് എത്തി പഴം നല്ല പോലെ ഒന്ന് വഴന്ന് വരണം. ആ ഒരു പരുവേ പാടുള്ളൂ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മളുടെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുട്ടയാണ്. ഞാനിവിടെ 3 വലിയ മുട്ടയാണ് എടുത്തേക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ അതിൽ വെള്ളമയം ഇല്ലാതെ എടുക്കുന്നതാണ് നല്ലത്. ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല, പക്ഷേ എന്നാലും വെള്ളമയം ഇല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് പതഞ്ഞ് കിട്ടും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽപ്പൊടിയാണ്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ അവൈലബിൾ അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനൊരു ഏകദേശം 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പഴത്തിന് തീരെ മധുരമില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. പഞ്ചസാരയെല്ലാം നല്ലപോലെ അലിഞ്ഞ് കിട്ടണം. അപ്പോൾ അത് അടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. പിന്നെ ഇത് ഒരുപാട് മുട്ട അങ്ങോട്ട് പതപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട, വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ജസ്റ്റ് മുട്ട ഒന്ന് അടിഞ്ഞ് നല്ല പോലെ ഒന്ന് പത വരുന്ന ആ ഒരു പരുവമായാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ വഴറ്റി വെച്ചിരുന്ന ഏത്തപ്പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഇടുന്ന പഴം നല്ല മധുരമുള്ള പഴമാണെങ്കിൽ പഞ്ചസാര കുറവ് മതി. പക്ഷേ ഇതിനൊട്ടും മധുരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും പഞ്ചസാര ഇട്ടത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പഴം നല്ലതാണെങ്കിൽ അത്രയും പഞ്ചസാര വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് കോരി അണ്ടിപ്പരിപ്പ് എന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 5-6 അണ്ടിപ്പരിപ്പ് മാറ്റി വെച്ചേക്കണം. നമുക്ക് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാനാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഓപ്ഷണലാണ്, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഒരു 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ഇത് നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ആ പഴം, ആ മുട്ടയുടെ ആ ഒരു ബാറ്ററിൽ ആ പഴം നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം, അത്രയും മതി. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പഴയ ഫ്രൈയിങ് പാൻ വെക്കാം. അതിൻ്റെ പൊക്കത്തേക്ക് ഒരു സോസ് പാനാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ച് ആ നെയ്യ് ഒന്ന് ഉരുക്കി വരുന്ന സമയത്ത് നമ്മൾ ഈ മുട്ടയുടെ കൂട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ശരിക്കും ഇത് ഇച്ചിരിയും കൂടി വലിയ സോസ് പാൻ എടുക്കണതാണ് നല്ലത്. ഇതിപ്പോൾ ഒരുപാട് കട്ടിയിലാണ് ഈ കായപ്പോള വന്നേക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ മീഡിയം സൈസ് ഒരു സോസ് പാൻ ഇല്ല. ഒന്നില്ലെങ്കിൽ ഈ ചെറുത് അല്ലെങ്കിൽ ഭയങ്കര വലുതുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ സോസ് പാൻ എടുത്തത്. ശരിക്കും ഇത്രയും കട്ടി ഉണ്ടാവാറില്ല കായപ്പോളയ്ക്ക്. അപ്പോൾ ഞാനത് ഈ സോസ് പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് സ്പാച്ചിൽ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ടൊക്കെ കൂടി അതിൻ്റെ പൊക്കത്തൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുക. ഇത് ശരിക്കും ഒന്ന് വെന്ത ശേഷം വെക്കുകയാണെങ്കിൽ അത് ഒരുപാട് താഴത്തേക്ക് പോകത്തില്ല. ഇത് പിന്നെ
നല്ല ഇങ്ങനെ അതിൽ ഇതായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വെച്ച് കൊടുത്തെന്നുള്ളൂ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ കറക്റ്റ് കോട്ടാവാനുള്ള മുട്ടയുടെ ബാറ്ററികൾ ഒരുപാട് കൂടുതലില്ല, അതുകൊണ്ട് ഇത് താഴത്തേക്ക് താന്നു പോകത്തില്ല. ഇനി ഇതൊന്ന് ശേഷം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ആക്കി കൊടുക്കുക. എനിക്കൊരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഞാനൊരു കത്തി വെച്ച് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഇത് കുക്കായിട്ടുണ്ടെന്നാണ്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് ഇങ്ങനെ ഒരു കത്തി വെച്ച് വിടിയിച്ച് കൊടുക്കണം. ഇതിൻ്റെ ആ പുറം ഭാഗം ഒന്ന് മുരിയിച്ചെടുക്കണം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ വിടിയിച്ചെടുക്കുന്നത്. അത് വിടിയിച്ചെടുത്ത ശേഷം എന്തെങ്കിലും ഒരു ഫ്രൈങ് പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റോ വെച്ചിട്ട് അതിലേക്ക് ഇത് ഫ്ലിപ്പ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു കാസ്ട്രോളിൻ്റെ അടപ്പമാണ് എടുക്കുന്നത്, കാരണം ആ ഹാൻഡിലിൽ പിടിക്കുമ്പോൾ എൻ്റെ കയ്യിലേക്ക് ആ ചൂട് തട്ടത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അതിൻ്റെ ആ പുറം ഭാഗം ആ ഫ്ലിപ്പ് ചെയ്ത വശം ഒന്ന് അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഞാനിവിടെ പഴം വിളയിച്ച പാത്രം തന്നെയാണ് എടുക്കുന്നത്, കാരണം അതിൽ കുറച്ച് നെയ്യുണ്ട്, അത്രേ ആവശ്യമുള്ളൂ. ഒരു 2 മിനിറ്റാണ് മാക്സിമം ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ആ മുരിയിച്ചെടുക്കേണ്ടത് നല്ലപോലെ കുക്കായതാണ്, ആ മുരിയിച്ചെടുക്കൽ മാത്രം മതി. അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ചട്ടുകം വെച്ചെടുക്കരുത്, കാരണം ഇതിന് ഒന്നാമത് കനം കൂടുതലാണ്, സാധാരണ കായ്പുള്ളയിലും കനം കൂടുതലാണ്, പിന്നെ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഫ്ലിപ്പ് ചെയ്ത് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കായപ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കായപ്പോള തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു റെസിപ്പി എന്നോട് ചെയ്യണം എന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഒരുപാട് നാൾ മുമ്പ് പറഞ്ഞിട്ട് പുള്ളി ഇത് ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നിരുന്നത്. അതെൻ്റെ ഒന്ന് മിസ്സായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് ഷെയർ ചെയ്തേനെ. അപ്പോൾ വിജീഷ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ വിജീഷ് ചേട്ടനോട് ഒരു താങ്ക്സ് പറയുകയാണ് നമ്മളിത് ഉണ്ടാക്കിയ സമയത്ത്. അപ്പോൾ ഞാനിത് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കേക്കൊക്കെ സ്ലൈസ് ചെയ്യുന്ന പോലെ തന്നെ സ്ലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് കുറച്ച് കട്ടി കൂടിയത് ആ പാത്രത്തിൻ്റെ ആ ഒരു സർക്കംഫറൻസ് കുറവായതുകൊണ്ടാണ്. പക്ഷേ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാനും തണുത്തിട്ട് കഴിക്കാനും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിൽ കൂടെ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.